തെക്കൻ പ്രവിശ്യയായ സിറിയയിൽ ബെഡുയിൻ സുന്നി ഗോത്രങ്ങളുടെ ഡ്രൂംസ് മതന്യൂനപക്ഷത്തിൽപ്പെട്ട പോരാളികളും തമ്മിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. സിറിയൻ ആഭ്യന്തര മന്ത്രാലയം 30 പേരുടെ മരണം സ്ഥിരീകരിച്ചപ്പോൾ യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മരണസംഖ്യ 37 ആണെന്ന് അറിയിച്ചു. 100ഓളം പേർക്ക് പരിക്കേറ്റതായും ആഭ്യന്തര മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അധികൃതർ സൈന്യത്തെ അയച്ചിട്ടുണ്ട്. സിറിയ ഇന്നൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പതിറ്റാണ്ടുകളായി നിലനിന്ന ഒരു ഭരണകൂടത്തിന്റെ പതനവും അതിനുശേഷം ഉടലെടുത്ത വിവിധ വിഭാഗീയ പോരാട്ടങ്ങളും രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. സിറിയയുടെ തെക്കൻ പ്രവിശ്യയായ സ്വീഡയിൽ ബെഡുയിൻ സുന്നി ഗോത്രങ്ങളും ഡ്രൂംസ് മതന്യൂനപക്ഷത്തിൽപ്പെട്ട പോരാളികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30ലധികം പേർ കൊല്ലപ്പെട്ടത് ഈ ആഭ്യന്തര സംഘർഷങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. സിറിയൻ ആഭ്യന്തര മന്ത്രാലയം 30 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെങ്കിൽ യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് 37 ആണെന്ന് അറിയിക്കുകയുമുണ്ടായി. 100ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഈ ഏറ്റുമുട്ടലിൽ കേവലം 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമായി കാണാനാവില്ല. ഇത് സിറിയയിലെ സങ്കീർണമായ രാഷ്ട്രീയ, സാമൂഹിക, മതപരമായ സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. രാജ്യത്തെ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും അസദ് ഭരണത്തിന്റെ പതനത്തോടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പ്രധാനമായും കഴിഞ്ഞ ഡിസംബറിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ 54 വർഷം നീണ്ട ഭരണം അവസാനിച്ചതാണ് സിറിയയിലെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണം. ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള സുന്നി ഇസ്ലാമിക വിമതർ സിറിയയിൽ പ്രവേശിച്ചതോടെയാണ് അസദ് ഭരണകൂടം തകർന്നത്. ഈ മാറ്റം രാജ്യത്ത് പുതിയൊരു അധികാര ശൂന്യത സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ശൂന്യത മുതലെടുത്ത് വിവിധ ഗ്രൂപ്പുകൾ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ച വിഭാഗമാണ് ഡ്രൂംസ് സമൂഹം. ഷിയ ഇസ്ലാമിന്റെ ഒരു ശാഖയായ ഡ്രൂംസ് വിശ്വാസം പിന്തുടരുന്നവർക്ക് ലബനൻ, ജോർദാൻ, ഇസ്രയേൽ എന്നിവിടങ്ങളിലും വലിയ സമൂഹങ്ങളുണ്ട്. അസദ് ഭരണത്തിന്റെ കീഴിൽ 13 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിൽ സംരക്ഷണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഡ്രൂംസ് സമൂഹം നിശബ്ദമായി ഭരണകൂടത്തോട് വിശ്വസ്തരായിരുന്നു. അസദ് ഭരണകൂടം തങ്ങളെ സംരക്ഷിക്കുമെന്നും തങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ സ്വത്വം നിലനിർത്താൻ അനുവദിക്കുമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ പുതിയ ഭരണകൂടം അധികാരത്തിൽ വന്നതോടെ ഈ വിശ്വാസം തകരുകയും ഡ്രൂംസ് സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പുതിയ സുരക്ഷാ സേനയും ഡ്രൂംസ് പോരാളികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലുകളിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് ഡ്രൂംസ് സമൂഹത്തിന്റെ അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിച്ചു. ഈ മാസം ആദ്യം ഡ്രൂംസ് സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ തങ്ങൾക്ക് പുതിയ ഗവൺമെന്റിന്റെ സംരക്ഷണം ലഭിക്കുന്നില്ലെന്നും ശാരീരിക ആക്രമണങ്ങൾ നേരിടുന്നതായി BBC-യോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലുകൾ സിറിയയിലെ പുതിയ ഭരണകൂടം ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. ഡ്രൂംസ് സമൂഹത്തിന് പുറമെ ഷിയ ഇസ്ലാമിന്റെ മറ്റൊരു ശാഖയായ അലവൈറ്റ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള 100 കണക്കിന് ആളുകളും സമീപ മാസങ്ങളിൽ കൊല്ലപ്പെട്ടു. ഡമാസ്കസിലെ ഒരു പള്ളിക്കുള്ളിൽ വിശ്വാസികൾക്ക് നേരെ ആക്രമണമുണ്ടായത് ഈ വർദ്ധിച്ചുവരുന്ന വിഭാഗീയ ആക്രമണങ്ങളുടെ ഭീകരത വിളിച്ചോതുന്നു. ഈ സംഭവങ്ങളെല്ലാം സിറിയയിലെ സങ്കീർണമായ വിഭാഗീയ ഭിന്നതകളെയാണ് എടുത്തു കാണിക്കുന്നത്. ഓരോ വിഭാഗവും തങ്ങളുടെ അതിജീവനത്തിനും അധികാരത്തിനും വേണ്ടി പോരാടുന്ന അവസ്ഥയാണിത്. പുതിയ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ ദുർബലമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന രാജ്യത്ത് നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിച്ചു വരികയാണ്. എന്നാൽ ഈ ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സിറിയയുടെ സൈന്യം നേരിട്ടിടപെട്ട് സംഘർഷം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഗോത്രവർഗങ്ങൾക്കും മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കുക എന്നത് എളുപ്പമല്ല. സ്വീഡ ഗവർണർ മുസ്തഫ അൽ ബക്കൂർ തന്റെ ജനങ്ങളോട് ആത്മസംയമനം പാലിക്കാനും പരിഷ്കരണത്തിനായുള്ള ദേശീയ ആഹ്വാനങ്ങളോട് പ്രതികരിക്കാനും അഭ്യർത്ഥിച്ചു. ആത്മീയ നേതാക്കളും ശാന്തത പാലിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ വാക്കുകൾക്കപ്പുറം ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ ഈ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കില്ല. സിറിയയിലെ ആഭ്യന്തര യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വരികയും അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിനെയും മറ്റു രാജ്യങ്ങളെയും ബാധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സിറിയയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിച്ചു വരികയാണ്. ഈ മാസം അമേരിക്ക ഹയാത്ത് തഹ്രീർ അൽ ഷാമിനെ വിദേശ ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ശ്രദ്ധേയമായ നീക്കമാണ്. ഇത് HDSുമായി കൂടുതൽ ഇടപഴകാനുള്ള ഒരു പാശ്ചാത്യ ശ്രമമായി വ്യാഖ്യാനിക്കാം. 14 വർഷം മുമ്പ് രാജ്യത്തെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ച പ്രക്ഷോഭം ആരംഭിച്ചതിനു ശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യത്തെ UK മന്ത്രിയായി വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി മാറിയതും
സിറിയയോടുള്ള പാശ്ചാത്യ സമീപനത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഈ നീക്കങ്ങൾ സിറിയയിൽ ഒരു പുതിയ രാഷ്ട്രീയ ക്രമം സ്ഥാപിക്കാൻ സഹായിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നും പുതിയ സിറിയൻ സർക്കാരുമായി അവർക്ക് എത്രത്തോളം സഹകരിക്കാൻ സാധിക്കുമെന്നും കാലം തെളിയിക്കും. സിറിയയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. പതിറ്റാണ്ടുകളുടെ സംഘർഷങ്ങളും അധികാരമാറ്റങ്ങളും രാജ്യത്തെ ഒരു ദുർബലമായ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ രാജ്യത്തെ കൂടുതൽ ശിഥിലമാക്കുകയും സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ ഇസ്ലാമിക നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നെങ്കിലും അവർക്ക് രാജ്യത്ത് പൂർണ്ണമായ നിയന്ത്രണം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. സിറിയയിലെ നിലവിലെ അവസ്ഥയ്ക്ക് അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ആഭ്യന്തര സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥിരതയുള്ള സർക്കാർ സ്ഥാപിക്കപ്പെടണം. ഇതിന് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും സഹകരണവും അനിവാര്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമീപകാല ഇടപെടലുകൾ ഈ ദിശയിലുള്ള ഒരു നല്ല സൂചനയായിരിക്കാം. എന്നാൽ സിറിയയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. മനുഷ്യജീവനും സമാധാനത്തിനും മുൻഗണന നൽകിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങളും ചർച്ചകളിലൂടെയും സമാധാനപരമായ പരിഹാരങ്ങളിലൂടെയും മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ്.